തൃശൂരിനെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. ജില്ലയിൽ വ്യാപക നാശം. ആളുകൾക്ക് പരിക്കേറ്റു. വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടം. ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി പുഴയിൽ ചാടിയ 4 അംഗ മോഷ്ടാക്കളുടെ സംഘം രക്ഷപ്പെട്ടതായി മൊഴി. ഓട്ടോ ഡ്രൈവറാണ് മൊഴി നൽകിയത്. റെയിൽവേ സ്റ്റേഷന് സമീപം സ്വർണ്ണ ഇടപാട് നടന്നുവെന്നും വ്യാജ സ്വർണം നൽകി 4 ലക്ഷം രൂപയോളം തട്ടി 4 സംഘം രക്ഷപ്പെട്ടുവെന്നുമാണ് ഓട്ടോ ഡ്രൈവറുടെ മൊഴി. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. സതീഷിനെ കൊലപ്പെടുത്തിയ 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിനെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. ജില്ലയിൽ വ്യാപക നാശം. ആളുകൾക്ക് പരിക്കേറ്റു. വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. കുന്നംകുളം മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണു പ്രവർത്തനം നിലച്ചു. കല്ലായിൽ സഭാമഠം റോഡിൽ മുത്താളി സുഖുവിന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. എരുമപ്പെട്ടി, തിപ്പല്ലൂർ, കരിയന്നൂർ, നെല്ലുവായി എന്നിവിടങ്ങളിൽ മരം വീണ് ഗതാഗതം താറുമാറായി. കരിയന്നൂരിൽ മരം ഒടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കാറിന് മുകളിലേക്ക് മരം വീണെങ്കിലും ആർക്കും പരിക്കില്ല. തൃശൂർ കൊക്കാലയിൽ കടകളുടെ ബോർഡുകൾ താഴേക്ക് വീണു. തലക്കോട്ടുകര കുറുമാൽ കനാലിന് സമീപം റോഡിലേക്ക് മരം വീണു. പുറനാട്ടുകരയിൽ മരക്കൊമ്പ് ദേഹത്തേക്ക് വീണ ഒരാൾക്ക് പരിക്ക് പറ്റി. പൂവണി ചിന്മയ സ്കൂളിന്റെ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് തെങ്ങ് വീണു. ആർക്കും പരിക്കില്ല. തേക്കിൻകാട്ടിൽ ജില്ലാ ആശുപത്രിക്ക് സമീപവും മരം വീണു. അപകടമില്ല. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി പുഴയിൽ ചാടിയ 4 അംഗ മോഷ്ടാക്കളുടെ സംഘം രക്ഷപ്പെട്ടതായി മൊഴി. ട്രാക്കിലൂടെ മുരുങ്ങൂരിലെത്തിയ സംഘം കൊരട്ടി വഴി അങ്കമാലിയിലേക്ക് പോയതായി ഓട്ടോ ഡ്രൈവറാണ് മൊഴി നൽകിയത്. റെയിൽവേ സ്റ്റേഷന് സമീപം സ്വർണ്ണ ഇടപാട് നടന്നുവെന്നും വ്യാജ സ്വർണം നൽകി 4 ലക്ഷം രൂപയോളം തട്ടി 4 സംഘം രക്ഷപ്പെട്ടുവെന്നുമാണ് സൂചന. ഇപ്പോൾ ഓട്ടോ ഡ്രൈവറുടെ മൊഴി വലിയ തട്ടിപ്പിന്റെ കഥ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള റെയിൽവേ പാളത്തിലൂടെ നടന്നു പോവുകയായിരുന്ന 4 പേർ പുഴയിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ ചാടിയതായുള്ള തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഫയർഫോഴ്സും പുതുക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്കൂബ ടീം മണിക്കൂറുകൾ ചാലക്കുടി പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. എങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല. കോഴിക്കോട് നാദപുരം സ്വദേശികൾ നിധി കിട്ടിയ 7 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങുവാൻ വന്നവരുടെ കൂടെ 3 പേർ തൃശൂരിൽ അവർ വന്ന കാറിൽ കയറിയതായും പേരാമ്പ്രയിൽ വെച്ച് സ്വർണം നൽകുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ചാലക്കുടിയിലെത്തി തരാമെന്ന് പറയുകയും ചാലക്കുടിയിൽ എത്തിയപ്പോൾ സംഘം അഡ്വാൻസ് തരാതെ സ്വർണം നൽകില്ലെന്ന് നിലപാട് സ്വീകരിച്ചു. 4 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയായിരുന്നു. സ്വർണം വാങ്ങുവാനെത്തിയവരുടെ കൂടെയുണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാരൻ ഇത് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും 4 പേർ പണമടങ്ങിയ ബാഗുമായി റെയിൽവേ ട്രാക്കിലൂടെ ഓടുകയായിരുന്നു. ഇതിനിടയിൽ ട്രെയിൻ വന്നതോടെ 4 പേരും പുഴയിൽ ചാടി. പുഴയിലേക്ക് 4 പേർ ചാടുന്നത് കണ്ട് ലോക്കോ പൈലറ്റ് ഇക്കാര്യം റെയിൽവേ പോലീസിനെ അറിയിച്ചു. ചാലക്കുടി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും ചേർന്ന് ചാലക്കുടി പുഴയിൽ തിരച്ചിൽ നടത്തി. പുഴയിൽ ചാടിയവരെന്ന് സംശയിക്കുന്ന 4 പേർ മുരിങ്ങൂർ ഡിവൈൻ നഗർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തി പുലർച്ചെ 3:30 ഓട്ടം പോകുവാൻ ആവശ്യപ്പെട്ടതായും വന്നവരിൽ ചിലർക്ക് പരിക്ക് കണ്ടതിനെ തുടർന്ന് 4 പേരെയും കൊരട്ടി ജംഗ്ഷനിൽ എത്തിച്ചതായും അവിടെ നിന്ന് വേറെ ഓട്ടോറിക്ഷയിൽ അങ്കമാലി ഭാഗത്തേക്ക് പോയതായും മുരിങ്ങൂർ ഡിവൈൻ നഗർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർ ജിജി പോലീസിനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിൽ പരിക്കേറ്റവരിൽ ഒരാൾ പെരുമ്പാവൂർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പെരുമ്പാവൂർ ആശുപത്രിയിൽ കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു 3 പേരെ കണ്ടെത്തുവാൻ പോലീസ് സംസ്ഥാന വ്യാപകമായി അന്വേഷണം ശക്തമാക്കി. പ്രതികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകളും സ്വീകരിച്ചതായും പറയുന്നു. ചാലക്കുടി SHO സജീവന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. 3 അംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത്. 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 11:30 സംഭവം. പൂച്ചട്ടി ഗ്രൗണ്ടിന് സമീപം റോഡിലാണ് സതീഷ് വെട്ടേറ്റ് കിടന്നിരുന്നത്. അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് വടിവാൾ കൊണ്ട് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതികളും സതീഷും സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ തർക്കമുണ്ടാവുകയും തുടർന്ന് ഗ്രൗണ്ടിന് സമീപമെത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു.
മലങ്കര വർഗീസ്, ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്. 3 പ്രതികളെയും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും. മീഡിയ ടൈം, തൃശൂർ. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തുറമുഖ വകുപ്പ് തടഞ്ഞു. ബോട്ടിന് ആവശ്യമായ വാർഷിക പരിശോധനാ റിപ്പോർട്ടും ക്രൂസ് ലൈസൻസും യോഗ്യതയുള്ള ജീവനക്കാരും ഇല്ലാത്തതിനാലാണ് ശനിയാഴ്ച മുതൽ സർവീസ് തടഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ 25,000 രൂപ പിഴയിട്ടിരുന്നുവെന്നെങ്കിലും കരാറുകാരൻ തുക അടച്ചിട്ടില്ലെന്ന് പോർട്ട് ഓഫീസർ എസ് കിരൺ പറഞ്ഞു. ഫെറിയിൽ 2008 മുതൽ നടന്നിരുന്ന ജങ്കാർ സർവീസ് ജില്ലാ പഞ്ചായത്ത് അവസാനിപ്പിച്ചിരുന്നു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം അതിവേഗം നടക്കുന്നുണ്ട്. പുഴയിൽ പില്ലറുകൾ സ്ഥാപിക്കുന്നതിനാൽ സർവീസ് സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. വലിയ തുക മുടക്കി ജങ്കാർ നടത്തുന്നത് ബാധ്യതയാകുമെന്ന് കണ്ടെത്തിയാണ് സർവീസ് അവസാനിപ്പിച്ചത്. തുടർന്ന് തീരദേശത്ത് യാത്രാക്ലേശം രൂക്ഷമായതിനെ തുടർന്ന് യാത്രാ ബോട്ട് ഓടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. GST ഉൾപ്പെടെ 3.5 ലക്ഷം രൂപയ്ക്ക് ഫെറി ലേലം ചെയ്യുകയും കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ബോട്ട് സർവീസ് ആരംഭിക്കുകയും ചെയ്തു. അഴീക്കോട് മുനമ്പം പാലം പണിയുടെ ഭാഗമായി പാലം കരാറുകാരും ഫോർട്ട് അധികൃതരും ചേർന്ന് ഓരോ കാരണങ്ങളുണ്ടാക്കി ഫെറിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെന്ന് കരാറുകാർ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കർണാടക സർക്കാരുമായും ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ട് അർജുന്റെ രക്ഷയ്ക്കായി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. മതിലകം പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാധരം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം പ്രാഥമിക സഹകരണ ബാങ്കുകൾ നടത്തിവരുന്ന വായ്പാ നിക്ഷേപ പ്രവർത്തനങ്ങൾക്കുപരിയായി കാർഷിക മേഖലയിലും സോളാർ വൈദ്യുതി, LED ലൈറ്റ് മേഖലയിലും ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ആകെ മാതൃകയാണെന്നും കെ രാജൻ പറഞ്ഞു. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട നിരന്തരമായ പരിപാടികളും യോഗങ്ങളും തുടർച്ചയായി നടത്തുന്നതിനിടയിൽ ഉള്ള ഒരു ദിവസം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളിൽ പങ്കാളിയാകാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനും ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. നമ്മുടെ നാട് ഇന്ന് പേര് പോലും 4 ദിവസം മുമ്പ് മാത്രം കേട്ടുപരിചയമുള്ള ഒരു മനുഷ്യന് വേണ്ടി കേൾക്കുകയാണ്. പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശയുമൊക്കെയായി കർണാടകയിൽ അങ്ങോളയിൽ മണ്ണിനടിയിൽ പോയി 4 ദിവസം മുമ്പ് നമുക്ക് ആർക്കും പരിചിതമില്ലാതിരുന്ന, എന്നാൽ 4 ദിവസത്തിനിടയിൽ ദേശങ്ങളും ഭാഷകളും ഒക്കെ കടന്ന് നമ്മുടെ ഒരു അനുജനോ സഹോദരനോ ഒക്കെയായി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളായി മാറിയ അർജുന എന്ന മനുഷ്യന് വേണ്ടി നമ്മുടെ നാട് കേൾക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി കർണാടക ഗവൺമെന്റുമായും ദേശീയ ദുരന്ത നിവാരണ സേനയുമായും കർണാടകത്തിലെ വിവിധ വകുപ്പ് മേധാവികളുമായും കർണാടക ഗവൺമെന്റ് നടത്തുന്ന ഒരു പരിപാടി ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലയിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടുള്ള പരിശ്രമത്തിനിടയിലാണ് ഈ ഗവൺമെന്റ്. പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു ദുരന്തത്തിന്റെ ദുഃഖത്തിനിടയിൽ ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം പുലർത്തുന്ന ഔന്നിത്യത്തെക്കുറിച്ചും ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം നടത്തുന്ന സമാനതകളില്ലാത്ത സംഘടനയെക്കുറിച്ചും ആണ്. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സത്യജിത് റേ, ഭരത് PJ ആന്റണി സ്മാരക ദേശീയ സംസ്ഥാന ഡോക്യുമെന്ററി അവാർഡുകൾ കരസ്ഥമാക്കിയ മതിലകം സ്വദേശി സുബിൻ കണ്ണദാസിനെ മന്ത്രി കെ രാജൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. താഴപ്പായ തൊഴിൽ മേഖലയെ അധികരിച്ച് ദൂരദർശന് വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററിക്കാണ് സുബിന് ദേശീയതലത്തിൽ അവാർഡുകൾ ലഭിച്ചത്. SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 100-ലധികം ബാങ്കംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ജയ, മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് TC സീനി തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്.
കൊടുങ്ങല്ലൂരിലെ 3 വനിതാ നേതാക്കളടക്കം 8 BJP നേതാക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു. തുടർച്ചയായി ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെ ചുമത്തുന്ന CRPC 107 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ KS വിനോദ്, സെൽവൻ മണക്കാട്ടുപടി, നഗരസഭാ കൗൺസിലർ KS ശിവറാം, വ്യാപാരി വ്യവസായ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ജീവൻ നാലുമാക്കൽ, ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആശാലത, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരായ താര അജിത്, സിനി സെൽവരാജ് എന്നിവരുടെ പേരിലാണ് കേസെടുത്തത്. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്ത വിശ്രമ കേന്ദ്രത്തിന് കഴിഞ്ഞ വർഷം ദേവസ്വം അനുമതി നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ഇവർ സജീവമായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ക്രിമിനലുകൾക്കെതിരെ ചുമത്തുന്ന വകുപ്പ് പ്രകാരം BJP നേതാക്കളുടെ പേരിൽ കേസെടുത്തതെന്നാണ് അറിയുന്നത്. ദേശീയപാത 66-ലെ കുഴികളിൽ അപകടങ്ങൾ പതിവാകുന്നു. ദേശീയപാത 66-ലെ ശൃംഖപുരം മുതൽ ചെറിയ കുഴികളിൽ തുടങ്ങി തിരുവഞ്ചിക്കുളം വളവിൽ അപകടങ്ങൾക്ക് വഴിവെക്കുന്ന വിധത്തിലാണ് വലിയ കുഴികളുള്ളത്. ചേരമാൻ ജുമാ മസ്ജിദ് മുതൽ ലക്ഷ്മി നിവാസ് വരെയുള്ള 100 മീറ്ററിനുള്ളിൽ 2 വളവുകൾക്കിടയിൽ ഇത്തരത്തിൽ 7 വലിയ കുഴികളുണ്ട്. കണ്ടെയ്നറുകളും ടാങ്കറുകളും ബസ്സുകളും കടന്നുപോകുന്ന വീതി കുറഞ്ഞ സ്ഥലമാണിത്. കഴിഞ്ഞ ദിവസം ചോളാരിയിൽ നിന്ന് വാതകം കയറ്റി വന്ന ടാങ്കർ കുഴിയിൽ ചാടി ആക്സിലൊടിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് 6 വരിപ്പാതയ്ക്കായി അടച്ചതോടെ എറണാകുളം, ഗുരുവായൂർ, കോഴിക്കോട് ഭാഗത്തേക്കുള്ള മുഴുവൻ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. മഴ പെയ്താൽ കുഴികൾ വെള്ളം നിറഞ്ഞു കാണാൻ സാധിക്കാത്തതിനാൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. മരണം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിലുള്ള കുഴികളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത രീതിയിൽ അമ്പിളിക്കല എന്ന പേരിൽ ഗൂഗിൾ മീറ്റ് സംവാദം നടന്നു. മുൻ ISRO ചെയർമാൻ G മാധവൻ നായർ കുട്ടികളുമായി 1 മണിക്കൂറോളം ഗൂഗിൾ മീറ്റിൽ സംവാദം നടത്തി. വളരെ ഉന്നത നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും അതിൽ തന്നെ ചന്ദ്രയാനെ പറ്റിയും ചന്ദ്രന്റെ ഇതിനെ പറ്റിയൊക്കെ ഒരു നല്ലൊരു ഇൻട്രഡക്ഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കണമെന്നില്ല. അത് മാത്രമല്ല, ചന്ദ്രയാൻ 3 അത് ഏറ്റവും അടുത്ത കാലത്തുള്ള വിഷയവും അതിൻ്റെ ഫലമായിട്ട് ചന്ദ്രനിൽ നമ്മുടെ പേടനം ഇറക്കാൻ കഴിഞ്ഞത്, അത് ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ആദ്യമായിട്ട് ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ചെന്നെത്താൻ കഴിഞ്ഞത് വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അതുവഴി ലോകത്തിൻ്റെ മുഴുവൻ തന്നെ ശ്രദ്ധയെ ആകർഷിക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സാങ്കേതിക വിദ്യ ലോകോത്തരമാണെന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയും. ബഹിരാകാശ ഗവേഷണം എപ്പോഴും ഒരു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏത് രാഷ്ട്രത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികസനത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. അത് വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമേ ഇത്രമാത്രം വിജയിച്ചു. സ്കൂൾ മാനേജർ ഉണ്ണിക്കണ്ണനും പൂർവ്വ വിദ്യാർത്ഥികളും റിട്ടയർഡ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും കുട്ടികളും ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുത്തു. പറവൂരിലെ ദേശീയപാത 66 നിർമ്മാണം ജനങ്ങൾക്ക് തീരാ ദുരിതമായി മാറുന്നു എന്ന് ആരോപിച്ച് നാഷണൽ ജനതാദൾ പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NH ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ NM പിയേഴ്സൺ ധർണ ഉദ്ഘാടനം ചെയ്തു. ബേബി മോൻ പത്രയിൽ അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സുഗതൻ മാലിയങ്കര, VS ബോബൻ, സെന്നി തോമസ്, KK അമ്മമുള, റോഷൻ ചാക്കപ്പൻ, KK ബഷീർ, ഉദയബാനു, മധു അയ്യമ്പള്ളി, KM റമീഷ് എന്നിവർ സംസാരിച്ചു. ദേശീയപാത 66 ദുരിതപാതയാക്കരുത്, പെരുമ്പടന്ന മുഖ്യ കവാടമാക്കി മാറ്റുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, സ്നേഹദീപം വയോജന ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മരുന്നുകഞ്ഞി വിതരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KA ബൈജു, ഷീജ നസീർ, TV സുരേഷ് കുമാർ, ഡോക്ടർ രേഖ, വയോജന ക്ലബ് പ്രസിഡന്റ് പത്മനാഭൻ, സെക്രട്ടറി PK മോഹനൻ, സെയ്ദ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. AIYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി മണ്ഡലം ശില്പശാല സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം കനിഷ്കൻ വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM അനോക് അധ്യക്ഷനായി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ, ET ടൈസൺ MLA, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റ് CK ശ്രീരാജ്, AISF തൃശൂർ ജില്ലാ സെക്രട്ടറി KA അഖിലേഷ്, TT മീനൂട്ടി, എറിയാട് പാർട്ടി സെക്രട്ടറി ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു.
പറവൂർ താലൂക്ക് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിന്റെ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 1982 മുതൽ തുടർച്ചയായി ബാങ്കിൽ LDF ഭരണമാണ്. KV ജിനൻ, ഡെന്യൂസ് TS തമ്പി, CB മോഹനൻ, രഞ്ജിത്ത് A നായർ, രാജി ജിജീഷ്, K സുധാകരൻ പിള്ള, NS സുനിൽകുമാർ, S ശ്രീകുമാരി, അൻസ അജീബ് കുമാർ, ജയദേവാനന്ദൻ, V ശശി, PR സജേഷ് കുമാർ, കാർത്തിക ശ്രീരാജ്, S രാജൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ. കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണി വിജയിച്ചു. MR അപ്പുക്കുട്ടൻ, TK അമാനുള്ള, E കൃഷ്ണൻകുട്ടി, തോമസ് പാറേക്കാട്ടിൽ, TN വിജയൻ, സെബാസ്റ്റ്യൻ പാറാശ്ശേരി, വിഷ്ണു VB, ജിഷ പ്രദീപ്, മഞ്ജു സേവ്യർ, ജാസ്മിൻ ജോൺസൺ കാച്ചപ്പള്ളി, MV കൃഷ്ണൻകുട്ടി, PA ശിവൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിനെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. ജില്ലയിൽ വ്യാപക നാശം. ആളുകൾക്ക് പരിക്കേറ്റു. വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടം. ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി പുഴയിൽ ചാടിയ 4 അംഗ മോഷ്ടാക്കളുടെ സംഘം രക്ഷപ്പെട്ടതായി മൊഴി. ഓട്ടോ ഡ്രൈവറാണ് മൊഴി നൽകിയത്. റെയിൽവേ സ്റ്റേഷന് സമീപം സ്വർണ്ണ ഇടപാട് നടന്നുവെന്നും വ്യാജ സ്വർണം നൽകി 4 ലക്ഷം രൂപയോളം തട്ടി 4 സംഘം രക്ഷപ്പെട്ടുവെന്നുമാണ് ഓട്ടോ ഡ്രൈവറുടെ മൊഴി. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. സതീഷിനെ കൊലപ്പെടുത്തിയ 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.